എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെ ഞങ്ങൾ പോയൊരു ട്രിപ്പിലെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മളെ കൂടാതെ ഒരു 5 ഫാമിലീസ് കൂടി ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് സ്റ്റോൺഹെഞ്ചിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു ബസ്സിൽ കയറ്റി നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കുമെന്ന്. അതിന് പക്ഷേ ഒരാൾക്ക് ഏകദേശം 30 പൗണ്ടോളം ആകും. അത് മുതലാകാത്തത് കൊണ്ട് വേറെ എന്താണ് വഴിയെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞ് അതിൻ്റെ ഏകദേശം അടുത്ത് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. പണ്ട് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകത്തിലും പിന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കിൻ്റെ പുറംചട്ടയിലും മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവത്തിനെ നേരിൽ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് സ്റ്റോൺഹെഞ്ച്. അതിനടുത്ത് കുറേ പേരുണ്ട്. നമ്മൾ എന്തായാലും അവിടെ വരെ പോവില്ല, നമുക്ക് അത്രയും അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് സ്പെഷ്യൽ പാസ് എടുക്കുന്നവർക്കാണ് അങ്ങോട്ട് പ്രവേശനമുള്ളത്. നമ്മൾ അവിടെ വരെയും പോകത്തില്ല, അതിന് കുറച്ച് ഇപ്പുറം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് സ്റ്റോൺഹെഞ്ച്. ലണ്ടനിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ അകലെയായിട്ടുള്ള വിൽഷെയർ കൗണ്ടിയിലാണ് ഇതുള്ളത്. ഈ കല്ലുകൾ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ ഓരോ കല്ലിനും ഏകദേശം 13 അടി ഉയരവും 7 അടി വീതിയും 25 ടണ്ണോളം ഭാരവും ഉണ്ട്. BC 3000-നും BC 2000-നും ഇടയിലായിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നാണ് ആർക്കിയോളജിസ്റ്റ് കരുതുന്നത്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി ഇതിലെ ചില കല്ലുകൾ BC 3000-ൽ തന്നെ ഈ പ്രദേശത്തെത്തിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോൺഹെഞ്ചിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും മീസോലിത്തിക് കാലഘട്ടത്തിലെ പോസ്റ്റ് ഹോളുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന് 8500 മുതൽ 7000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ കൂടിയാണിത്. സ്റ്റോൺഹെഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് പണിതതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പല തിയറികളുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു അസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ആണെന്നാണ്. അതേസമയം ചില സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ഇതൊരു ഹീലിംഗ് സെന്റർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ചിലർ പറയുന്നു റിലീജിയസ് സൈറ്റാണ്, അവർ ആരാധനാലയമായിട്ടാണ് യൂസ് ചെയ്തതെന്ന്. ചിലർ ഇത് കല്ലറകളായിട്ടാണ് ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മൾ റോഡ് വഴിയാണ് പോയത്. റോഡെന്ന് വെച്ചാൽ ബസ് പോകുന്നത് റോഡ് വഴിയാണ് പോയത്. പക്ഷെ തിരിച്ച് നമ്മൾ കാട് വഴിയാണ് തിരിച്ച് എൻട്രൻസിലോട്ട് തിരിച്ച് വന്നത് കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. ഈ സ്റ്റോൺഹെഞ്ച് പണിത ആദിമ മനുഷ്യരില്ലേ, അവർ താമസിച്ചിരുന്ന വീടുകൾ ഏകദേശം ഇങ്ങനെയുള്ളതായിരുന്നു. ഇത് അവർ താമസിച്ചിരുന്ന വീടുകളല്ല, അത് ആ കൺസെപ്റ്റ് വെച്ചിട്ട് പുനർനിർമ്മിച്ചതാണ്. വീടിൻ്റെ പുറവും വീടിൻ്റെ അകവും എല്ലാം അതേ രീതിയിൽ പുനർനിർമ്മിച്ചതാണ് ഇത്. ഇത്രയും വലിപ്പമുണ്ട് സ്റ്റോൺഹെഞ്ചിലെ ആ കല്ലിന്. 100 മനുഷ്യർ പിടിച്ചാലേ അതൊന്ന് അനങ്ങത്തെങ്കിലും ഉള്ളൂ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യർ എങ്ങനെയാണ് ഈ കല്ല് ഇവിടെ എത്തിച്ചതെന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ഞങ്ങൾ പോയത് ബോൺമൗത്തിലേക്കാണ്. ബോൺമൗത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും താമസിച്ചു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ പോകുന്നത് ഐൽ ഓഫ് വൈറ്റിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ടാണ് പോകുന്നതെന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഐൽ ഓഫ് വൈറ്റാണ്. ഐൽ ഓഫ് വൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫെയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈമിങ്ടണിൽ നിന്ന് യാർമൗത്തിലേക്ക്. അപ്പോൾ ലൈമിങ്ടണിലേക്ക് ബോൺമൗത്തിൽ നിന്ന് ഏകദേശം 40-45 മിനിറ്റോളം ട്രാവലുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം ബോൺമൗത്തിൽ ചിലവഴിച്ചില്ല. കാരണം ഓൾറെഡി എത്തിയത് ലേറ്റായിട്ടായിരുന്നു, 5 മണി കഴിഞ്ഞു ചെന്നപ്പോൾ. ഒരു 6 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ലൈമിങ്ടണിലോട്ട് തിരിച്ചു. ലൈമിങ്ടണിൽ 7:30-ക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫെറിയിലേക്ക് കയറുവാണ്. ചെറിയൊരു ഫെറിയാണ്. അപ്പോൾ നമ്മൾ കാർ കൊണ്ട് അകത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് പോകാം. വൈറ്റ് ലിങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പ് ആൻഡ് ഡൗൺ ഒരു ഫാമിലിക്ക് ഒരു 180 പൗണ്ടായി, ഇൻക്ലൂഡിങ് കാറും ഒരു 4 ആൾക്കാരും കൂടെ ഉള്ള ഫാമിലിക്കാണ് 180 പൗണ്ട് ചാർജായത്. പിന്നെ ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോഡ് കിട്ടും. അത് വെച്ചിട്ട് അടുത്ത ഫാമിലി ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എന്തോ 15% എങ്ങാണ്ട് ഓഫ്, 10% 15% എങ്ങാണ്ട് ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അടുത്ത ആൾക്ക് കുറച്ചുകൂടി പൈസ കുറച്ച് കിട്ടും. ഫെറിയുടെ ഓപ്പൺ ഡെക്കിൽ നിന്നുള്ളൊരു കാഴ്ചയാട്ടോ ഇത്. എടുക്കുന്നതേ ഉള്ളൂ, മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൂട്ടി. ഇതിനുള്ളിൽ തന്നെ കഫേയും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് വലുതല്ലായിരുന്നു ഇത്, ഒരു ചെറിയൊരു ഫെറിയായിരുന്നു ഇത്. നല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ബെംബ്രിഡ്ജിലുള്ള വൈറ്റ് ക്ലിഫ് ഹോളിഡേ പാർക്കിലാണ്. അവിടെ ഞങ്ങൾ ഫെറി ഇറങ്ങിയതിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടേക്ക്. അവിടെ എത്തിയപ്പോൾ നല്ലോണം ഇരുട്ടി, 9 മണിയോളമായി എത്തിയപ്പോൾ. പിന്നെ നമ്മൾ കീ വാങ്ങിച്ച് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോയി. ഇതാണ് നമ്മൾ താമസിച്ച ഒരു ക്യാരവാൻ. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരവാനായിരുന്നു. ഇതിൽ 2 ബെഡ്റൂമും 2 ടോയ്ലറ്റും ഒരു ഓപ്പൺ കിച്ചണും ഉണ്ട്. ആകെ പോകെയുള്ളൊരു പോരായ്മ ടോയ്ലറ്ററീസ് ഇല്ലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം പാത്രങ്ങളും ഒക്കെ അടുക്കളയിലുണ്ടായിരുന്നു. ഫ്രിഡ്ജ്, പിന്നെ ഓവന്, അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 ബെഡ്റൂമും. പിന്നെ നമ്മൾ പ്രീ കുക്ക്ഡ് ഫുഡായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഫുഡും കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയി. അപ്പോൾ അത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.